ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഝാൻസിയിലാണ്. ഝാൻസിയിൽ നിന്ന് ഇന്ന് നമ്മൾ ഗ്വാളിയാറിലേക്ക് പോവാണ്. പ്രസിദ്ധമായ ഗ്വാളിയാറിലെ ഫോർട്ട് കാണാനും അതുപോലെ തന്നെ ഗ്വാളിയാർ പാലസ് കാണാനാണ് നമ്മൾ പോകുന്നത്. തുടർന്ന് അവിടെ നിന്ന് നമ്മൾ മധുര വഴി ഡൽഹിയിലേക്കാണ് ഇന്ന് രാത്രി എത്തിച്ചേരുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ പ്രസിദ്ധവും പുരാതനവുമായ ഗ്വാളിയർ നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തെ ലോകപ്രശസ്തമാക്കിയ മിയാൻ ടാൻസൻ എന്ന സംഗീതജ്ഞന്റെ നാടാണ് ഗ്വാളിയർ. ഗ്വാളിയർ ഘരാന ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ വളരെ പ്രസിദ്ധമാണ്. അനേകം സംഗീതജ്ഞരും അനേകം സംഗീത ശാഖകളും ഉടലെടുത്ത ഒരു നാടാണ് ഗ്വാളിയർ. ഗ്വാളിയറിലെ ഘരാനകൾ ലോകപ്രശസ്തമാണ്. മലയാള സിനിമയിൽ ആറാം തമ്പുരാനിൽ ലാലേട്ടന്റെ പ്രസിദ്ധമായ ഡയലോഗ് ഗ്വാളിയറിനെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. ഘരാന മാജിക് പീകോക്ക്. സംഗീതത്തിന്റെ പല പല ശൈലികൾ രൂപപ്പെടുത്തിയ ഒരു നാടാണ് ഗ്വാളിയർ. സംഗീതത്തിന്റെ തലസ്ഥാന നഗരിയിലേക്ക് ഞങ്ങളും കാലുകുത്തി. ഗ്വാളിയാർ ഫോർട്ടിലേക്കുള്ള ഒരു യാത്ര. ഗ്വാളിയാറിൽ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇവിടുത്തെ ഒരു ലോക്കൽ രാജാവായ സൂരജ് സെൻ, അദ്ദേഹം ഒരു കുഷ്ഠരോഗിയായി തീർന്നെന്നും അദ്ദേഹത്തിന്റെ കുഷ്ഠരോഗം ചികിത്സിക്കാൻ ഇവിടെ ഒരു സന്യാസി വന്നുവെന്നും അദ്ദേഹം ഒരു തീർത്ഥശൈലം കൊടുത്ത് രാജാവിന്റെ കുഷ്ഠരോഗം മാറിയെന്നുമാണ് കഥ. സന്യാസിയുടെ പേര് ഗ്വാളിപ്പ എന്നായിരുന്നു. രോഗം മാറിയതിൽ സന്തോഷിച്ച രാജാവ് ഗ്വാളിപ്പയുടെ പേര് ഈ നാടിനിടുകയാണ്. പിന്നീട് അത് ഗ്വാളിയറായി മാറുകയാണ് ഉണ്ടായത്. ഗ്വാളിയാർ ഫോർട്ടിന്റെ ഗേറ്റിന് മുന്നിലാണ്, എൻട്രൻസ് ആണ്. നാട്ടുകാരും വിദേശികളൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഏതാണ്ട് 10-ാം നൂറ്റാണ്ട് മുതൽ ഈ ഫോർട്ട് നിലവിലുണ്ടായിരുന്നു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. എന്നാൽ അതിനു മുന്നേ 6-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ഇങ്ങനെയൊരു ഫോർട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. 13-ാം നൂറ്റാണ്ടിലാണ് ഇത് ഇത്രയും വിപുലമായ രീതിയിൽ പണി കഴിപ്പിച്ചത്. മാൻസിംഗ് എന്നറിയപ്പെടുന്ന
രാജാവാണ് 14-15 നൂറ്റാണ്ടുകളിൽ ഇത്രയും വിപുലമായ രീതിയിൽ പണി കഴിപ്പിച്ചത്. പിന്നീട് 16-ാം നൂറ്റാണ്ട് മുതൽ അക്ബർ രാജാവിന്റെ മുഗൾ ഡൈനാസ്റ്റിയുടെ കീഴിലായിരുന്നു. പിന്നെ 18-ാം നൂറ്റാണ്ടിൽ ജാട്ട്, അതിനുശേഷം 19-ാം നൂറ്റാണ്ടിൽ സിന്ധ്യ, അങ്ങനെ പലരുടെ കയ്യിലൂടെ കൈമറഞ്ഞുകൊണ്ടാണ് അവസാനം ബ്രിട്ടീഷുകാരുടെ കയ്യിലെത്തിയിട്ടാണ് ഈ കോട്ടയുടെ ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അക്ബറും ജഹാംഗീറും ഔറംഗസീബും ഒക്കെ നടന്നു നീങ്ങിയ യുദ്ധങ്ങൾ വെട്ടിയ ഒരു ഫോർട്ടിലൂടെയാണ് നടന്നു നീങ്ങുന്നത്. പതിനഞ്ചാം നൂറ്റാണ്ടിൽ തോമാർ കിങ് മാൻസിംഗ് പണിത മോണുമെൻറ്റിൻ്റെ മുന്നിലാണ് ഞങ്ങൾ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഗ്വാളിയാർ ഫോർട്ടിലെ ഒരു ബിൽഡിങ്. ഇതുപോലെ നിരവധിയായ 4 ബിൽഡിങ്സാണ് ഇവിടെ ഉള്ളത്. അതിൽ ആദ്യത്തെ ഒന്നാണ് മാൻസിങ്ങിൻ്റെ ബിൽഡിങ്. ഗ്വാളിയർ ഫോർട്ടിന്റെ ചരിത്രം നീണ്ട ചരിത്രമാണ്. 10-ാം നൂറ്റാണ്ട് വരെ ചന്ദേല രാജവംശമായിരുന്നു ഇവിടെ ഭരണം നടത്തിയിരുന്നത്. അപ്പോഴാണ് ഈ ബൃഹത്തായ ഫോർട്ട് നിർമ്മിക്കാൻ അതിൻ്റെ സ്ട്രക്ചറൊക്കെ നിർമ്മിച്ചത്. 11-ാം നൂറ്റാണ്ട് മുതൽ ഡൽഹി സുൽത്താനായിട്ട് ഇത് കിട്ടാൻ വേണ്ടി പലതവണ ആക്രമണം നടത്തിയെങ്കിലും പിടിക്കാൻ സാധിച്ചില്ല. പലതവണ അത് അറ്റാക്ക് ചെയ്ത് പിടിച്ചെങ്കിലും തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു. അവസാനം 13-ാം നൂറ്റാണ്ടായപ്പോൾ തോമാർ രാജവംശം ഇത് ഏറ്റെടുക്കുകയും ഏതാണ്ട് 1500 വരെ തോമാർ മാൻസിംഗ് എന്ന തോമാർ രാജവംശം ഭരിക്കുകയും ചെയ്തു. മാൻസിംഗ് ആണ് ഈ ബൃഹത്തായ ഈ മാൻ മന്ദിർ പണിയുകയും അതുപോലെ അദ്ദേഹത്തിൻ്റെ വൈഫിന് വേണ്ടി ഗുജ്രി മഹൽ പണിയുകയും അങ്ങനെ പലതരം മഹലുകൾ ഇവിടെ നിർമ്മിക്കുകയും ചെയ്തത്. അവസാനം 15-ാം നൂറ്റാണ്ടായപ്പോൾ ഇബ്രാഹിം ലോധി വീണ്ടും ഇതിനെ ആക്രമിക്കുകയും അവസാനം പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ 15-ാം നൂറ്റാണ്ടിൽ അത് വീണ്ടും ഡൽഹി സുൽത്താനേറ്റിന്റെ കീഴിൽ അത് വന്നു ചേരുകയാണ് ഉണ്ടായത്. 1558 അക്ബർ രാജാവ് ഈ ഫോർട്ട് രാഷ്ട്രീയ തടവുകാരെ പാർപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ജയിലിലേക്ക് മാറ്റുകയും പിന്നീട് അനേകം പേര് ഇവിടെ അടയ്ക്കപ്പെടുകയും ചെയ്തു. 1700-കളിൽ സിഖ് 6ാമത്തെ ഗുരുവായ ഗുരു ഹർഗോബിന്ദ് സിംഗ് അദ്ദേഹത്തെ 14 വയസ്സ് മാത്രമുള്ള ഗുരുവിനെ ഇവിടെ അടയ്ക്കുകയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മോചിപ്പിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ ഒരുപാട് പേര് അടയ്ക്കപ്പെട്ട ജയിലിലേക്ക് പിന്നീട് മാറ്റുകയും ചെയ്തു. മാൻ മന്ദിർ മഹലിലെ വളരെ വലിയ പ്രത്യേകതയിൽ ഒന്ന്, ഇത് 0 പോയിന്റ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക സ്ഥലമാണ്. ഇത് ഈ മന്ദിറിലെ ഒരു ചെറിയ ഒരു അമ്പലമാണ്. ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സെക്കൻഡ് ഓൾഡസ്റ്റ് ഇൻസ്ക്രിപ്ഷൻ ഓഫ് 0 സിമ്പിൾ. 0 എന്ന സിമ്പിള്, 0 ഗണിതത്തിലെ 0, അതിൻ്റെ ഏറ്റവും പഴക്കമുള്ള രേഖ കൊത്തുപണിയിൽ അത് അമ്പലത്തിലാണ് അത് ഇൻസ്ക്രിപ്ഷൻ നടത്തിയിരിക്കുന്നത്. അതാണ് ഈ 0 പോയിന്റ് എന്ന് അറിയപ്പെടുന്ന ഈ ഫോർട്ടിലെ ഒരു സ്ഥലം.
ഇവിടെയുള്ള മോണുമെൻറ്റിൽ രണ്ടാമത്തെ മോണുമെൻ്റാണ് ഇത്. സ്റ്റേറ്റ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിൽ കരൺ മഹൽ, വിക്രം മഹൽ, ജഹാംഗീർ മഹൽ, ഷാജഹാൻ മഹൽ തുടങ്ങിയ മഹലുകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. മാൻസിങ്ങിൻ്റെ അത് സെൻട്രൽ ഗവൺമെൻറ്റാണ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. രണ്ടിലേക്കും 2 ടിക്കറ്റാണ്. കർണം മഹൽ 1100കളിൽ തോമാർ രാജഭരണം ഇവിടെ ആരംഭിച്ചത് മുതൽ പിന്നീട് ഇങ്ങോട്ട് 2 നൂറ്റാണ്ടുകളോളം അവരായിരുന്നു. അപ്പോൾ അവർ നിർമ്മിച്ച മഹലുകളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു മഹലാണ് കർണം മഹൽ. പിന്നീട് മുഗൾ എംപറേഴ്സ് ഇവിടെ വരുന്നത് വരെ തോമാർ രാജഭരണമായിരുന്നു. ഇതിൻ്റെ അടിയിലേക്കൊക്കെ പല സ്റ്റോറികളുണ്ട്. അവിടേക്ക് ഇറങ്ങിപ്പോയാൽ തിരിച്ചു വരാൻ പറ്റുമോ എന്നറിയില്ല. അതുകൊണ്ട് നമ്മൾ സാഹസം കാണിക്കണില്ല. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഗ്വാളിയാർ സിറ്റിയുടെ ചിത്രം നമുക്ക് കാണാൻ പറ്റും. സഹസ്രബാഹു ടെമ്പിൾ എന്നറിയപ്പെടുന്ന ലോർഡ് വിഷ്ണുവിന് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പിളാണ് ഇത്. ട്വിൻ ടെമ്പിൾ എന്നറിയപ്പെടുന്ന ഗ്വാളിയർ ഫോർട്ടിലെ അമ്പലമാണ്. ഹിന്ദു ജെയിൻ ടെമ്പിളുകളുടെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന 11ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു അമ്പലമാണ്. ഇതിന്റെ പോർച്ച് മാത്രമാണത്. ഇതിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ പിന്നീടുള്ള യുദ്ധങ്ങളിലെ മുഗൾ അതുപോലെ തന്നെ ഹിന്ദു ഡൈനാസ്റ്റികളുടെ ഇൻവേഷനും അതുപോലെ യുദ്ധങ്ങളിലൊക്കെ തകർന്നുപോയി. ഇത് മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിന്റെ പോർച്ച് മാത്രമാണ്. ഗ്വാളിയാർ ഫോർട്ടിലെ ഈ വലിയ കോംപ്ലക്സിൽ ഇപ്പോൾ നിലവിൽ ഹിന്ദു ടെമ്പിൾ ഉണ്ട്, ജെയിൻ ടെമ്പിൾ ഉണ്ട്, സിഖ് ഗുരുദ്വാരയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ആർക്കിടെക്ചറിന്റെ ഒരുപാട് തെളിവുകൾ കാണാൻ പറ്റും. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ ആർക്കിടെക്ചറുകളുടെ കോമ്പിനേഷൻസ് കാണാൻ പറ്റും. അങ്ങനെ പല ആർക്കിടെക്ചറുകൾ മിക്സിങ് പല കാലഘട്ടങ്ങളിൽ അതിൻ്റെയൊക്കെ കോമ്പിനേഷൻസും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതൊരു കാണാൻ മാത്രമുള്ള ബൃഹത്തായ ഒരു ഫോർട്ടും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്. ഒരിക്കലും നമുക്ക് നഷ്ടമാവാത്ത ഒരു സ്ഥലമാണ് ഗ്വാളിയാർ ഫോർട്ട്. ഗ്വാളിയാറിലെ ഫോർട്ടും മഹലുകളൊക്കെ കണ്ട് ഞങ്ങളിപ്പോൾ നേരെ, ഇപ്പോൾ സമയം ഏതാണ്ട് 12 മണി. നമ്മൾ നേരെ ആഗ്രയിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 2.5 മണിക്കൂർ സമയമാണ് ആഗ്രയ്ക്ക്. ആഗ്ര പോയി ആഗ്ര ഫോർട്ടും ആഗ്ര
താജ്മഹലും രണ്ടും കണ്ട് ഞങ്ങൾ മധുര വഴി ഡൽഹിയിലേക്കാണ് ഇന്നത്തെ പ്ലാന്. അപ്പോൾ ഗ്വാളിയാറിന് വിട പറഞ്ഞ് ഞങ്ങൾ ആഗ്രയിലേക്ക്. താജ്മഹൽ കാണാൻ വന്നിരിക്കുകയാണ്. താജ്മഹൽ എൻട്രി പാസ് 50 രൂപ. ടിക്കറ്റ് റുപ്പീസ്. ചെറിയൊരു തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ക്യൂവിൽ നിൽക്കുകയാണ് താജ്മഹൽ കാണാനായിട്ട്. ഇപ്പോൾ ഏതാണ്ട് സമയം താജ്മഹലിൻ്റെ എൻട്രി ഗേറ്റിലാണ്. ഈസ്റ്റ് ഗേറ്റിലൂടെ കടന്നു. ഇനി അകത്ത് പ്രവേശിക്കാൻ പോവാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് ഗ്രൂപ്പുകൾ, വിദേശികൾ. താജ്മഹലിൻ്റെ മുന്നിലാണ് ഒടുക്കത്തെ തിരക്ക്. ഇടിക ഫോട്ടോ എടുക്കുന്നുണ്ട്. നിറയെ ആളുകളുണ്ട്. യമുനാ നദിയുടെ തീരത്തുള്ള താജ്മഹൽ. ഇതാണ് യമുനാ നദി. യമുനാ നദി വെള്ളം കുറച്ചൊക്കെ ഉണ്ട്. ഒരുപാട് വെള്ളമില്ല. വെള്ളം അത്യാവശ്യത്തിന് വെള്ളമുണ്ട് യമുനാ നദിയിൽ.
വെള്ളത്തിന് ഒഴുക്കുണ്ട്. ഒരു സൈഡ് മുഴുവൻ വെള്ളമുണ്ട് അത്യാവശ്യം, മറ്റു സൈഡ് കാലിയാണ്, വരണ്ടുണങ്ങി കണക്കാണ്. ഒരു സൈഡ് വെള്ളമുണ്ട്, അതുകൊണ്ട് പോവാതിരിക്കാനായിട്ട് ബാരിക്കേഡൊക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം താഴെ ഒരു ബാരിക്കേഡ് ഉണ്ട്, മുകളിലൊരു ബാരിക്കേഡ് ഉണ്ട്. താജ്മഹൽ അതിൻ്റെ തീരത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. ഇന്നത്തെ യാത്രയുടെ അവസാനം ശ്രീകൃഷ്ണ ജന്മഭൂമിയായ മധുരയിലാണ് എത്തിയിരിക്കുന്നത്. മധുര അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഏതാണ്ട് ഒരു 500 മീറ്ററോളം. മധുര അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ടൗണാണ്. നിർത്തണ്ട ഒരുപാട് ഏജൻസാണ് ഇവിടെ. അമ്പലത്തിലേക്ക് കയറ്റാം, ദർശനം കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് 200 രൂപ 300 രൂപ ചോദിച്ച് കംപ്ലീറ്റ് വഴി തടയാണ് നമ്മളെ. നമ്മൾ വഴി നിർത്തണില്ല, വണ്ടി നിർത്താതെ നമ്മൾ വെച്ച് പോവാണ്. നമുക്ക് അമ്പലത്തിൻ്റെ പരിസരങ്ങളിൽ എത്തിയാൽ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ശ്രീകൃഷ്ണ ജന്മഭൂമിയായ മധുരയിലെ അമ്പലത്തിലേക്കുള്ള യാത്രയാണ് ഞാനിങ്ങേറ്റേക്ക്. വഴി അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നല്ല ക്രൗഡഡാണ്, ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട്. മധുരയിൽ അടിപൊളി സ്ട്രീറ്റ് കടകളൊക്കെ ഉണ്ട്, നല്ല അടിപൊളി ഫുഡുകളൊക്കെ, നല്ല അടിപൊളി. ദഹിയേ മിൽക്ക് ബദാം മിൽക്ക് സ്പെഷ്യൽ ബജി, പാവ് ബജി. അങ്ങനെ ഉത്തർപ്രദേശ് വിട്ട് നമ്മൾ നോയിഡ ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 9:30. നമ്മളൊരു 10:30 ഡൽഹിയിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് നോയിഡ ഗ്രേറ്റർ നോയിഡ എക്സ്പ്രസ് ഹൈവേയിലാണ്, 6 ലൈൻ എക്സ്പ്രസ് ഹൈവേ ആണ്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മനോഹരമായ ലൈറ്റുകളൊക്കെ ഇട്ട ഒരു എക്സ്പ്രസ് ഹൈവേ ആണ്. യമുന എക്സ്പ്രസ് ഹൈവേയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങിയത്. മധുരയിൽ നിന്ന് ഏതാണ്ട് 100 കിലോമീറ്ററോളം നീളുന്ന യമുന എക്സ്പ്രസ് ഹൈവേ 8 ലൈൻ എക്സ്പ്രസ് ഹൈവേ ആയിരുന്നു. ഇതിപ്പോൾ നോയിഡ ഗ്രേറ്റർ നോയിഡ എക്സ്പ്രസ് ഹൈവേ ആണ് ഡൽഹിയിലേക്ക്. ഇവിടുന്ന് ഏതാണ്ട് ഒരു 30 കിലോമീറ്ററാണ് ഡൽഹി കാണിക്കുന്നത്.
ഡൽഹിയിലെ പ്രസിദ്ധമായ ജൻപത്ത് റോഡിലൂടെയാണ് In 600 meters, at the roundabout, take the first ഞങ്ങൾ exit onto പോയിക്കൊണ്ടിരിക്കുന്നത്. Mohammad Azad Road. ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. രാത്രി 11:30 ഉണ്ട്. ഞങ്ങളിവിടെ എത്തി, റൂമിലൊക്കെ ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങൾ നൈറ്റ് ഡൽഹിയിലൂടെ കറങ്ങാണ്. ഇപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിലെത്തി. ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട്, അകത്ത് കിടക്കാനൊന്നും പറ്റില്ല. തൊട്ടടുത്തേക്ക് കാണാനായിട്ട് നിറയെ ആളുകളിവിടെ എത്തിയിട്ടുണ്ട്. നല്ല ക്രൗഡാണ്. റെഡ് ഫോർട്ടിന്റെ രാത്രി കാഴ്ചകളാണ്. രാത്രി എൻട്രി ഇല്ല. നല്ല സെക്യൂരിറ്റിക്കാരെ ഞങ്ങൾ കടത്തി വിട്ടു. ഞങ്ങളവിടെ അതിന്റെ ചുറ്റും ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ അടുത്ത് പോയി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ച് വരികയാണ്. റെഡ് ഫോർട്ട് ഈവനിങ്ങിൽ ക്ലോസ് ചെയ്യും. ഇനി നാളെ രാവിലെ 8 മണിക്ക് തുറക്കുമോ.